നമ്മൾ കഴിഞ്ഞ ദിവസം റോസ് റീപോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് റോസ് നമ്മൾ റീപോർട്ടെല്ലാം ചെയ്ത് വേറെ ചട്ടിയിലേക്ക് മാറ്റി നട്ട ശേഷം പിന്നെ അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, നമ്മൾ നട്ട ശേഷം പിന്നെ ചെടി വളരാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം, എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്ന്. അപ്പോൾ നമ്മളത് പിന്നൊരു ദിവസം വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് റോസ് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വളങ്ങൾ കൊടുക്കാൻ പാടില്ല, എന്തൊക്കെ വളങ്ങൾ നമ്മൾ എന്താ നിർബന്ധമായിട്ട് കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. റോസ് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ റോസൊക്കെയാണെങ്കിൽ, വലിയ റോസിൻ്റെ കാര്യമല്ല പറഞ്ഞ്, ചെറിയ റോസൊക്കെയാണെങ്കിൽ നമുക്ക് ആ ചെടി നല്ല രീതിയിൽ നിന്ന് വളർത്തി കുറച്ച് വലിപ്പം എത്തിച്ച് കഴിഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഉചിതം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചെടിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവുക. ആ പൂക്കൾ കുറേ കാലം നമുക്ക് ചെടി തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ ചെടിക്ക് ഒരു ഹെൽത്ത് ഇല്ലാത്ത ചെടിയിൽ പൂടാൻ വേണ്ടിയുള്ള വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെടി കുറച്ച് കഴിയുമ്പോൾ മുരടിച്ച് പോവും, പിന്നെ അത് വളർച്ചയില്ലാതെ നശിച്ചു പോവുകയൊക്കെ സാധാരണയാണ്. അപ്പോൾ അങ്ങനെ പറ്റാണ്ടിരിക്കാനാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ചെടി ഹെൽത്തി ആയ ശേഷം പൂടാൻ വേണ്ടിയുള്ള വളങ്ങൾ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റോസ് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെ വളങ്ങളാണ് ഒരു ചെടി, ഒരു റോസ് വളർന്ന് വലുതായി ഹെൽത്തിയായി മാറാൻ വേണ്ടി കൊടുക്കേണ്ടത്, അത് എപ്പോൾ കൊടുക്കണം എന്നാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന മെത്തേഡ് അല്ലാതെ നമുക്ക് വേറെ ഒരുപാട് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. റോസ് എന്നല്ല, ഒട്ടുമിക്ക എല്ലാ ചെടികൾക്കും നമുക്ക് വെവ്വേറെ മെത്തേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ റോസിന് തന്നെ ഈ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല, വേറെയും ഒരുപാട് മെത്തേഡുകളുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ഈ മെത്തേഡ് മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറെ മനസ്സിലാക്കാം. ഒരു ബേസിക് ആയിട്ട് ഒരു ബിഗിനറിനൊക്കെ കൊടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ റിപ്പോർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ, അത് റിപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു 15 to 20 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഉണങ്ങിപ്പൊടിച്ച നല്ല ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു പിടി കമ്പോസ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ മണ്ണിൽ ചുവട്ടിൽ അങ്ങ് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള വളങ്ങളെല്ലാം ആ ഒരു പോട്ടി മിക്സിലേക്ക് ഊർന്നിറങ്ങി ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചാണകത്തിൻ്റെ തെളി, പച്ച ചാണകം നമ്മൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയ ശേഷം അതിൻ്റെ തെളി 3 ഇരട്ടി വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും ചെടി നല്ല ഗ്രോത്തോടുകൂടി നല്ല പച്ചപ്പോടുകൂടി വളർന്നു വരും. എൽപിക്ക് വളങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ 20-10-10 എന്നുള്ള വളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്തുള്ള നഴ്സറി പോവുക, വാങ്ങിച്ചു കൊണ്ടുവരിക. ഇതൊരു 4 ഗ്രാനുൾസ് എടുത്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നന്നായിട്ട് വളരാൻ തുടങ്ങും, നന്നായിട്ട് ഗ്രോത്ത് കാണിക്കുകയും ചെയ്യും. ഈ ഗ്രോത്ത് കാണിച്ചു വരുന്ന സമയങ്ങൾ ചില പൂമൊട്ടുകൾ ബഞ്ചായിട്ട് വരാൻ തുടങ്ങും. ഈ സമയങ്ങളിൽ ആ പൂമൊട്ടുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ആ പൂമൊട്ടുകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സമയത്ത് ഉണ്ടാകേണ്ട ഗ്രോത്ത് അവിടെ തടസ്സപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും 15 ദിവസം ആകുമ്പോഴേക്കും ഈ ചാണകത്തിൻ്റെ തെളി വീണ്ടും കൊടുക്കുക. അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും 20-10-10 കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് 3 മാസം ആകുമ്പോൾ, 3 മാസത്തിൽ ഒരിക്കലും നമുക്ക് വേപ്പ് പിണ്ണാക്ക് നന്നായിട്ട് പൊടിച്ചിട്ട് ഉണക്കി പൊടിച്ച നല്ല വേപ്പ് പിണ്ണാക്ക് ഈ ചെടിയുടെ ചുവട്ടിൽ ഒരു അരപ്പിടി വീതം ഇട്ട് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 മാസം കൊണ്ട് നമ്മുടെ റോസ് നന്നായിട്ട് പച്ചപ്പോട് കൂടി നിറച്ച് ഇലകളും അതുപോലെ നിറച്ച് ബുഷായിട്ട് രീതിക്ക് നമുക്ക് ചെടി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെടി റോസ് ബുഷാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, റോസ് നന്നായിട്ട് കാട് പിടിച്ച പോലെ തിങ്ങി വളരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ രീതിയിൽ വളം ചെയ്യാം. ഇതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷമാണ് സാധാരണ പൂടാൻ വേണ്ടിയുള്ള വളങ്ങൾ കൊടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറ്. അങ്ങനെ പൂടാൻ വേണ്ടിയുള്ള വളങ്ങൾ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റോസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റോസ് നിറച്ച് പൂക്കളുണ്ടായ നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് ബുഷായിട്ട് നമ്മുടെ റോസ് മാറും. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതല്ലാതെയും വേറെയും ഒത്തിരി മെത്തേഡുകളുണ്ട് നമുക്ക് റോസ് നടാനും റോസ് ചെടി കൊടുക്കേണ്ട ട്രെയിനിങ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ചെടിക്ക് കൊടുക്കാൻ പാടില്ലാത്ത വളങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വളങ്ങൾ നിങ്ങൾ ഈ ഒരു വളർച്ചാ ഘട്ടങ്ങളിൽ കൊടുക്കാൻ പാടില്ല. ഇത് ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് അപ്പാടങ്ങ് നിന്ന് പോകും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പാടില്ലാത്ത വളങ്ങളാണ് ഇനി പറയുന്നത്. പൊട്ടാഷ് നമ്മൾ ഈ ഒരു വളർച്ചാ ഘട്ടങ്ങൾ ഈ ഒരു 6 മാസത്തിനിടയ്ക്കോ അല്ലെങ്കിൽ 4 മാസത്തിനിടയ്ക്കോ നമ്മുടെ റോസിന് കൊടുക്കരുത്. ഈ പറയുന്ന മെത്തേഡ് അനുസരിച്ചുള്ളൊരു വളപ്രയോഗമാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്ത് വേറെ രീതിയിലേക്ക് മെത്തേഡ് കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു മെത്തേഡിന് പറ്റിയുള്ള കൊടുക്കാൻ പാടില്ലാത്ത വളങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പൊട്ടാഷ് നമ്മൾ പലപ്പോഴും ചെടികൾക്ക് പൂടാൻ വേണ്ടി പലരും കൊടുക്കുന്ന ഒരു വളമാണ്. അത് നമ്മൾ ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും കൊടുക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ DAP, ഡൈ അമോണിയം ഫോസ്ഫേറ്റ് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കരുത്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പല വീഡിയോയിലും പൂടാൻ വേണ്ടി ചെടിക്ക് കൊടുക്കുന്ന ഒരു ജൈവ വളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പഴത്തൊലി ഇട്ട് വെച്ച വെള്ളം. ഇത് നമ്മൾ ഈ ഒരു വളർച്ചാ ഘട്ടങ്ങളിൽ മറ്റുള്ള ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനോ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ചെടിക്ക് പഴത്തൊലി ചുവട്ടിലിട്ട് കൊടുക്കാനും അരിഞ്ഞിട്ട് കൊടുക്കാനും ഒന്നും പാടില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ NPK വളങ്ങൾ
13-27-27 എന്നുള്ള പറഞ്ഞ വളം നമുക്ക് കിട്ടും. അത് പലപ്പോഴും പലരും ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഒരു NPK വളമാണ്. അത് നമ്മൾ ഒരിക്കലും ഈ സമയത്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ കൊടുക്കാൻ പാടില്ലാത്തൊരു വളമാണ് ബാലൻസ്ഡ് NPK. അത് ഈ സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെടി വളർത്തിക്കൊണ്ട് വരികയാണെങ്കിൽ 18-18 അല്ലെങ്കിൽ 16-16 19-19 ഒന്നും കൊടുക്കാണ്ടിരിക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ചെടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ മുട്ടത്തോട് പൊടിച്ചതോ അല്ലെങ്കിൽ അല്പം കുമ്മായം ഒരു നുള്ളി ഇടുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നമില്ല. ഇങ്ങനെയുള്ള പൂവിടാൻ വേണ്ടി കൊടുക്കുന്ന വളങ്ങൾ താൽക്കാലികമായിട്ട് ചെടിക്ക് കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത വളങ്ങൾ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക, പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതുണ്ട്. അത് ഈ ഒരു വളം ചെയ്യുന്നുണ്ട് വെച്ച് നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ചെടി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് വെക്കേണ്ടത്. അതും വളർച്ചാക്കെട്ടാണെങ്കിലും ശരി, പൂടാനുള്ള സമയത്താണെങ്കിലും ശരി, സൂര്യപ്രകാശം നന്നായിട്ട് ചെടിക്ക് കിട്ടേണ്ടത്. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ റോസൊക്കെ നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വളങ്ങൾ കൊടുത്തിട്ടും റോസ് വളരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ കീടബാധകൾ വളം ചെയ്യുന്ന സമയങ്ങളിൽ നിറച്ച് ഇലകളോ നിറച്ച് പച്ചപ്പൊക്കെ ഉണ്ടായി വരുന്ന സമയങ്ങളിൽ ഒരുപാട് കീടങ്ങൾ നമ്മുടെ ചെടിയെ വന്ന് ആക്രമിക്കും. ത്രൈപ്സ് അല്ലെങ്കിൽ സ്പൈഡർ മൈറ്റ്സ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് നമ്മുടെ ചെടിയെ നീരെല്ലാം ഊറ്റി കുടിക്കാനും ചെടിയെ ഇങ്ങനെ വികൃതമാക്കിക്കൊണ്ടിരിക്കും. ഈ സമയങ്ങളിൽ പെസ്റ്റിസൈഡ് നമ്മൾ നിർബന്ധമായിട്ട് അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏതൊക്കെ പെസ്റ്റിസൈഡ് അടിക്കാന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഫംഗിസൈഡ് അടിക്കാന്നൊക്കെ നമ്മൾ മുൻപത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മുൻപത്തെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു സംഭവമായിട്ട് വരാം. അപ്പോൾ അതുവരെ ഹാപ്പി ഗാർഡനിങ്.